എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്. SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു, DYFയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, UFയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. കുട്ടിക്കാലം മുതലേ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച് ധാരാളം കേസുകളിൽ പ്രതിയായി നൂറുകണക്കിന് ദിവസം ജയിലിൽ വാസം അനുഭവിച്ച് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു വന്നവരാണ്. അല്ലാതെ ഒറ്റയടിക്ക് വന്നവരല്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. അങ്ങനെ പദവി നോക്കിയിട്ടൊന്നുമല്ല. നമ്മൾ പ്രവർത്തിക്കുമ്പം എവിടെ ആയാലും നമുക്ക് കിട്ടേണ്ടത് കിട്ടും. ഉറപ്പായിട്ടെത്തും. നേരത്തെ സംഘടനാ നടപടി ഉണ്ടായ സമയത്ത് തന്നെ BJP നേതാക്കളുമായി ഇല്ല അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. ഏതാ അത് ഞാൻ വെക്കും, ഉടനെ തന്നെ വെക്കും. ആലപ്പുഴ ജില്ലയുടെ കയ്യിലാണ്. ആരാണ് യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്നത്? ആലപ്പുഴയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ കുറേ വർഗീയവാദികൾ, തീവ്രവാദികൾ സമീപനമുള്ളവരാണ് ഈ പാർട്ടിയിലേക്ക് കയറുകയാണ്. അവർ ഈ പാർട്ടി ഹൈജാക്ക് ചെയ്യാണ്. അതിൻ്റെ ഭാഗമാണ് G. സുധാകരൻ സാറിന് ഉൾപ്പെടെയുള്ളവരുടെ അനുഭവങ്ങൾ. അതെന്താ സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലാകാത്തതാണോ അവരും ഇതിന് പിന്തുണ കൊടുക്കണം? അതെനിക്കറിയില്ല. അവർക്ക് ബോധ്യപ്പെടേണ്ടതല്ലേ? ബോധ്യപ്പെടുന്നില്ല. പരാതി വന്നു, ഭാര്യ ഉൾപ്പെടെ പരാതി കൊടുത്തതുകൊണ്ട് അതൊരു 2 വർഷം മുമ്പുള്ള കാര്യം. അത് കോടതിയിലുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് കുറിച്ച് അഭിപ്രായം പറയുന്നത് മോശം. ഏതാ പരാതി 2 വർഷം മുമ്പുള്ള സസ്പെൻഷൻ 2 വർഷം മുമ്പ്. അതിന്റെ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് ഇപ്പം എന്നെ പാർട്ടി തിരിച്ചെടുത്ത് ഞാൻ ഇപ്പൊ പാർട്ടിയിലുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പം കളഞ്ഞല്ലോ, മെമ്പർഷിപ്പ് ഞാൻ ഉപേക്ഷിച്ചല്ലോ. അങ്ങനെ രാജിവെക്കലില്ലല്ലോ. CPM-നകത്ത് രാജിവെക്കലില്ല. അതിപ്പോ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനമല്ല. അത് ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇലക്ഷൻ മുമ്പ് കത്ത് കൊടുത്തു, സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്ത് കത്തെല്ലാം പുറത്തു വന്നത്. അതിനകത്തെല്ലാം കൃത്യമായി എഴുതിയിട്ടുള്ളതാണ്. ഒരു 8 മാസം മുമ്പ് ആ കത്തെല്ലാം പുറത്തു വന്നു. ഞാൻ കൊടുത്ത കത്തെല്ലാം പുറത്തു വന്നായിരുന്നു. അത് ചാനലുകാരെല്ലാം വിവാദമാക്കിയായിരുന്നു. അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ അതിനകത്തൊന്നും കാര്യമില്ലല്ലോ. BJPയുടെ അവസ്ഥ ദയനീയമല്ലല്ലോ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അവസ്ഥ ദയനീയമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ, ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ ആലപ്പുഴയൊക്കെ പാലക്കാടൊക്കെ 10,000 വോട്ടാണ് കുറഞ്ഞത്. 10,000 വോട്ടൊന്നും കുറഞ്ഞില്ല. കേരളത്തിൽ BJPയുടെ അവസ്ഥ തവിട്ടു പോകുന്നതാണ് ഉദ്ദേശിച്ചത്. അങ്ങനല്ലല്ലോ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ അവസ്ഥ അതല്ലല്ലോ. ആണോ? അല്ല. പാലക്കാടായാലും പാലക്കാട് ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പല്ലേ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് BJPക്ക് മുന്നേറ്റമല്ലേ ഉണ്ടായത്? അതൊരു ഉപതെരഞ്ഞെടുപ്പിൽ അത് നമുക്ക് കണക്കാക്കേണ്ട കാര്യം. അതൊരു പാർട്ടിയുടെ വളർച്ചയായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്നെക്കാട്ടി അറിയാം. എന്നെക്കാട്ടി രാഷ്ട്രീയം അറിയാവുന്നവരാണ് നിങ്ങൾ. വർഗീയവാദികൾ പാർട്ടിയിൽ പിടിമുറുക്കുന്നതാണ് CPM പറയുന്നത്. അതെ അതെ. മറ്റൊരു തീവ്ര വർഗീയ വാദത്തിലേക്കാണ്. മതനിരപേക്ഷത CPM-ന് നഷ്ടപ്പെട്ടു. താങ്കൾ അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പോകുന്നത് ഒരു തീവ്ര വർഗീയ അല്ലല്ലോ. ജനാധിപത്യ പാർട്ടി അല്ലല്ലോ. തീവ്ര സ്വഭാവമുള്ള പാർട്ടിയിലേക്കല്ലല്ലോ പോകുന്നത്. രാജ്യം ഭരിക്കുന്ന പാർട്ടി തീവ്രവാദ പാർട്ടിയാന്ന് പറയാൻ പറ്റുമോ? തീവ്ര വർഗീയത അങ്ങനൊന്നുമില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല.